സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ചില ബൂത്തുകളിൽ നിന്ന് എന്നെ തന്നെ CPM ആണെന്ന് പറഞ്ഞാലും എന്നോട് താല്പര്യമുള്ള ആളുകളും ഉണ്ടല്ലോ. അവർ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കയറി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ആളില്ല, നിങ്ങളുടെ ബൂത്തിൽ ആളില്ല. ഈ പാർട്ടിയുടെ പുനഃസംഘടന വന്നതോടുകൂടി എല്ലാം താറുമാറാക്കി. സംഘടനാപരമായ ദൗർബല്യം മനഃപൂർവ്വമായി വലിച്ചഴിച്ചതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമായിരുന്നു. സംഘടനാ ദൗർബല്യം പ്രകടമായിരുന്നു, ഉറപ്പായി. 20 സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടിയുള്ള ഹോംവർക്ക് ചെയ്തില്ല കോൺഗ്രസ്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ആരുടെ കുഴപ്പം? സംഘടനാപരമായിട്ടുള്ള കുഴപ്പമുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞത് ഇനിയും ചെയ്യേണ്ട ഒരു കാര്യം, ആര് നമ്മളോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാരെല്ലാവരും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. താഴെ തട്ടിലോട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഗ്രൂപ്പുണ്ടോ? ഇപ്പോൾ ഒരു ഗ്രൂപ്പും ഇല്ല. ഒരു ഗ്രൂപ്പും ഇല്ല. ഒരു ഗ്രൂപ്പും ഇല്ല. ഞാൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലാണ് എൻ്റെ പ്രവർത്തനം. ഉമ്മൻചാണ്ടിയുടെ ഒരു പിടിവാശി മാത്രമാണ് അടൂർ പ്രകാശ് മത്സരിക്കണം എന്ന് AICCയുടെ മുമ്പിൽ ആവശ്യപ്പെട്ടത്. അന്നത്തെ KPCC പ്രസിഡന്റ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമല്ലായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പതനത്തിന് വഴിതെളിച്ചില്ല. പേര് VM സുധീരൻ എന്ന് തന്നെയാണ്. അത് തന്നെ പറയുമല്ലോ അല്ലയോ. മേളിൽ നിന്ന് താഴോട്ട് വന്നാൽ മോളിൽ നിന്ന് താഴോട്ട് കെട്ടിയിറക്കിയതൊന്നും ആറ്റിങ്ങൽ നിലനിർത്തുമോ? തീർച്ചയായിട്ടും നിലനിർത്തും. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ അതോ അതിൽ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സീറ്റ് UDF നിലനിർത്തും. പ്രമുഖ കോൺഗ്രസ് നേതാവും സിറ്റിംഗ് MP-യും ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥിയുമായ ശ്രീ അടൂർ പ്രകാശാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ അടൂർ പ്രകാശ്. നമസ്കാരം. അപ്പോൾ ആറ്റിങ്ങൽ നിലനിർത്തുമോ? തീർച്ചയായിട്ടും നിലനിർത്തും. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ അതോ അതിൽ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സീറ്റ് UDF നിലനിർത്തും. ഇപ്പം ഇടതുമുന്നണി, പ്രത്യേകിച്ചും അതിനെ നയിക്കുന്ന CPM, അവർക്ക് ലഭിക്കും എന്ന് അവർ ഉറപ്പായിട്ട് പറയുന്ന സീറ്റുകളിലൊന്ന് ആറ്റിങ്ങലാണ്. അല്ല, ഇടതുമുന്നണി മാത്രമല്ലല്ലോ, BJPയും പറയുന്നുണ്ടല്ലോ അവർക്ക് കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറയാം, എല്ലാവർക്കും അവകാശപ്പെടാം. ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ത്രികോണ മത്സരം തന്നെയായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. പക്ഷേ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പല ബൂത്തുകളിലും കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കാൻ ആളില്ലായിരുന്നു, അല്ലെങ്കിൽ ബൂത്തിലിരിക്കാൻ പ്രവർത്തകർ ഇല്ലായിരുന്നു എന്നുള്ള വലിയ വിമർശനം വന്നിട്ടുണ്ട്. ശരിയാണോ? അത് കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറേ സ്ഥലങ്ങളിൽ അത് ഈ പാർട്ടിയുടെ പുനഃസംഘടന വന്നതോടുകൂടി എല്ലാം താറുമാറാക്കി ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിലൂടെ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ മണ്ഡലം പ്രസിഡൻ്റാണ്, ബ്ലോക്ക് പ്രസിഡൻ്റാണ്, ഇവരൊക്കെ പുതിയ ആളുകളാണ് വന്നത്. ഈ പുതിയ ആളുകൾക്ക് സത്യത്തിൽ ഇതുമായി ഒന്ന് താതാത്മ്യം പ്രാപിച്ച് നല്ലൊരു പ്രവർത്തനം നടത്തി അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ സംഘടനാപരമായ ദൗർബല്യം, അത് ദൗർബല്യം എന്ന് തന്നെ പറയാം, ആ സംഘടനാപരമായ ദൗർബല്യം മനഃപൂർവ്വമായി വലിച്ചഴിച്ചതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമായിരുന്നു. സംഘടനാ ദൗർബല്യം പ്രകടമായിരുന്നു, ഉറപ്പായിട്ട്. താങ്കൾ അത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ടോ KPCC? അല്ല, KPCCക്ക് പരാതി ആരുടെ അടുത്താണ് കൊടുക്കുന്നത്? അല്ല, പ്രസിഡന്റ് ഉണ്ടല്ലോ. പ്രസിഡന്റ് ഉണ്ട്, പക്ഷേ പ്രസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാലും പ്രസിഡന്റ് അടുത്ത് പറഞ്ഞാലും കാര്യങ്ങൾ വേണ്ട തരത്തിൽ നടന്നിട്ടില്ല. ശരിക്കും നാഥനില്ലാത്ത ഒരവസ്ഥയിൽ എത്തിയോ KPCC എന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എങ്കിലും കുറേ കൂടി ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടക്കാൻ പോകുന്നു എന്നുള്ളത് അറിയാത്തവരല്ല പാർട്ടി നേതൃത്വത്തിലുള്ളവർ. അന്നേരം അതിന് മുന്നോടിയായിട്ട് ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണോ? അല്ല, ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു അവധാനതയോടുകൂടി കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, ഇതിന് ശേഷമാകാം, തെരഞ്ഞെടുപ്പിന് ശേഷമാകാം എന്ന ഒരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥ കോൺഗ്രസിനുണ്ടാകുമായിരുന്നു. DCC പ്രസിഡന്റ് ശ്രീ പാലോട് രവിക്കെതിരെ താങ്കൾ പരാതിപ്പെട്ടു എന്നുള്ള വാർത്തയുണ്ട്, ശരിയാണോ?
അല്ല, പലപ്പോഴും പലതും കാണുമ്പോൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് ഒരു പരാതിപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അഭിപ്രായങ്ങൾ പറയണ്ടേ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ട ഇടത്തല്ലേ പറയേണ്ടത്, പറയേണ്ട സ്ഥാനത്ത് പറയണം. അതല്ലാതെ മൈതാനത്ത് പോയി പ്രസംഗിക്കാൻ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചുമതലയോടുകൂടി പോകുന്ന അവസരത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച ഉണ്ടായാൽ ആ പാളിച്ച പാർട്ടിയെ ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയാനുള്ള വേദികളിൽ പറയുക. അതാണ് ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. അത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും BJPയുടെ 2 കേന്ദ്രമന്ത്രിമാരാണ് മത്സരിച്ചത്. ഇപ്പം പൊതുവേ തന്നെ തിരുവനന്തപുരത്ത് പ്രകടമായിട്ട് തന്നെ പല കോൺഗ്രസ് നേതാക്കളെയും BJPക്കാർ സ്വാധീനിച്ചു എന്നുള്ള ഒരു ആക്ഷേപം വന്നു. ആറ്റിങ്ങലിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. ഒപ്പം നിന്ന് പാലം വലിച്ചവരില്ല. ഒപ്പം നിന്ന് പാലം വലിച്ചവർ അങ്ങനെ പൂർണ്ണമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടെ നിന്നവരൊക്കെ എൻ്റെ കൂടെ തന്നെ നിന്നു. പക്ഷേ പാർട്ടി പ്രവർത്തകരുടെ ആവേശം അതായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലും എനിക്ക് വിജയിക്കാനൊരവസരം ഉണ്ടായത്. സത്യത്തിൽ ഞാൻ വിജയിക്കുമെന്ന് കരുതിയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലേക്ക് ഞാൻ വന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവിടെ CPMൻ്റെ 10-29 വർഷക്കാലമായി അവർ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ അവിടെ ആ തരത്തിലുള്ളൊരു വിജയം കൈവരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയല്ല ഞാൻ വന്നത്. പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ഒരു ഘട്ടം കഴിഞ്ഞ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ പാർട്ടി പ്രവർത്തകരുടെ ഒരു ആവേശം, അവർ കാണിച്ച ആത്മാർത്ഥത, അവരുടെ സത്യസന്ധത, അതാണ് സത്യത്തിൽ വിജയം കൈവരിക്കാൻ അവസരമൊരുക്കിയ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അവരിന്ന് പാലം വലിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അന്ന് കണ്ട ആ ആവേശം ഇന്ന് കണ്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, സംഘടനാപരമായ ദൗർബല്യം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ മാത്രമല്ല. ഇപ്പം ഞാൻ ആറ്റിങ്ങലിലെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം ഇതുണ്ടായിട്ടുണ്ട്. കേരളത്തിലുടനീളം ഉള്ള നിയോജകമണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ ഈ ദൗർബല്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാത് ഇടങ്ങളിൽ വന്ന സ്ഥാനാർത്ഥികളുടെ ഒരു പ്രവർത്തനവും അവരുടെ നിശ്ചയദാർഢ്യവുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പാർട്ടി എല്ലാ സീറ്റുകളിലും വിജയം കൈവരിക്കാനുള്ള അവസരം ഒരുക്കും എന്ന് ആത്മസംതൃപ്തിയോടുകൂടി പറയുന്നു. സിറ്റിംഗ് MPമാരെല്ലാം മത്സരിക്കാനുള്ള ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റിൽ 19-1 പിന്നെ മാണി ഗ്രൂപ്പ് പോയപ്പോൾ 18-2 എങ്കിലും അന്നേരം ഇങ്ങനെയുള്ളൊരു സ്ഥിതി അല്ലെങ്കിൽ ദൗർബല്യം പല മണ്ഡലങ്ങളിലും പ്രകടമായെങ്കിൽ UDFൻ്റെ വിജയസാധ്യതയെ അത് ബാധിക്കില്ലേ? അല്ല, അത് പക്ഷേ വിജയസാധ്യതയെ ബാധിക്കും ഇല്ലേ എന്ന് ചോദിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതിൽ ഒരു കാര്യമുള്ളത്, 2 പ്രശ്നങ്ങളാണ്. ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും അവരുടെ ചില പ്രവർത്തനങ്ങളും. അവരുടെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ജാതീയമായി തരംതിരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ മറ്റുള്ള വർഗീയത ആളിക്കത്തിച്ച് അവർ മുമ്പോട്ട് വരാമെന്നുള്ള ഒരു ചിന്ത. അപ്പോൾ മതേതരത്വത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു വിലയും കൊടുക്കാതെ ഉള്ള പ്രവർത്തനങ്ങൾ, അതൊന്ന്. അതേപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ. ആ തെറ്റായ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അഴിമതി പൂണ്ട പ്രവർത്തനങ്ങൾ, അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ, ആർക്കും എന്തും ഏതവസരത്തിലും ചെയ്യാമെന്ന ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ. പാവപ്പെട്ട എത്രയോ ആളുകൾ, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസരത്തിൽ എനിക്ക് ഈ പര്യടനത്തിന് പോകുന്ന വേളയിൽ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയുള്ളത്, വളരെ പ്രായമുള്ള ആളുകൾ എൻ്റെ കഴുത്തിൽ ഒരു ഷാളണിയാനോ മാലയിടാനോ അടുത്ത് വരുമ്പോൾ എന്നോട് പറയുന്നത്, കുഞ്ഞെ ഞങ്ങളുടെ പെൻഷൻ ആ പെൻഷൻ വാങ്ങി തരണേ. അവരുടെ പെൻഷൻ വാങ്ങി തരണമെന്നാണ് പറയുന്നത്. അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ
ഇത് MP എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുമൊക്കെ ഇത് വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ജോലിയാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് അവിടെ വെച്ച് പ്രതികരിക്കാൻ പറ്റുമോ? അത് പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. അവരുടെ ഒരു ആവശ്യം പറയുമ്പോൾ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അത് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുക മാത്രമല്ല, അവർ ആവശ്യപ്പെടുന്ന ഇത്തരത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു സർക്കാരാണ്. അങ്ങനെ എന്തുകൊണ്ടും അനുകൂല സാഹചര്യമായിരുന്നു കോൺഗ്രസിന്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും UDF 20-ൽ 20 സീറ്റ് ഇവിടെ നേടും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ 20-ൽ 20 സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടിയുള്ള ഹോംവർക്ക് ചെയ്തില്ല കോൺഗ്രസ്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ആരുടെ കുഴപ്പം? സംഘടനാപരമായിട്ടുള്ള കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവായും K സുധാകരൻ KPCC പ്രസിഡന്റായും വന്ന ശേഷം വലിയൊരു ആവേശം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം നിരാശയിലാണോ? അല്ല, അവരൊന്നും ഇപ്പം തൽക്കാലം നിരാശയിലൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൊതുവേ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവസരത്തിൽ, കേരളത്തിലുടനീളമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉരുത്തിരിഞ്ഞു വരും എന്ന വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് 20-ൽ 20 സീറ്റ് ഞങ്ങൾ നേടും എന്ന് പറയുന്നത്. അല്ല, വെറുതെ പറയുന്ന കാര്യമല്ല. രാഷ്ട്രീയമായ അനുകൂല സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതെ, പക്ഷേ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം, ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം നടത്തിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും എല്ലാം വളരെ യോജിച്ച ഒരു വർക്കാണ് നടന്നത്. അതെ, പാർലമെന്റ് കണ്ടില്ലെന്ന് പറയുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ല, തൃക്കാക്കരയാണെങ്കിലും അതുപോലെ പുതുപ്പള്ളിയാണെങ്കിലും ഞങ്ങളെല്ലാവരും അവിടെ കിടന്ന് അധ്വാനം നടത്തിയവരാണ്. ഞങ്ങളൊന്നും വെറുതെ അവിടെ പോയി ആൾ കാണിക്കാൻ വേണ്ടി പോയ ആളുകളല്ല, പണിയെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ ഒരു ആളുണ്ടാകും. ആ നിയന്ത്രണം എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് വന്ന് ആണ് അതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഇന്ന മേഖലയിലെ ചുമതല നോക്കിക്കോണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്തുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതാണ് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ, അല്ലെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ ഈ 2 ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, എത്രയോ തവണ ഉപതെരഞ്ഞെടുപ്പുകൾ, പല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും അതിലൊക്കെ പങ്കാളിത്തം വഹിക്കാനുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് പോയാലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ആൾ കാണിക്കാൻ വേണ്ടി ഞാൻ പോയി നിൽക്കാറില്ല. അതേസമയം ഒരു സ്ഥലത്ത് പോയാൽ ആ അവിടെയുള്ള പ്രവർത്തകരെ ഒത്തുചേർത്തുകൊണ്ട് അവരെ രംഗത്തിറക്കുക. അല്ല, താങ്കളുടെ പ്രവർത്തനത്തിൽ ഒരു അടൂർ പ്രകാശ് മാജിക് ഉണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പോൾ കോന്നിയിൽ നിരന്തരം ജയിച്ചത് മാത്രമല്ല, ഇപ്പോൾ ആറ്റിങ്ങൽ വന്നിട്ട് CPM പോലൊരു പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ളത് അവിടെ ആദ്യത്തെ വരവിൽ തന്നെ വിജയിച്ചു. ഈ പ്രവർത്തകർക്കിടയിലേക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പ്രത്യേക തന്ത്രം അടൂർ പ്രകാശിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് പറയാറുണ്ട് എതിരാളികൾ പോലും. അല്ല, അത് സത്യം പറഞ്ഞാൽ ഞാൻ 96-ലാണ് ആദ്യം എനിക്ക് മത്സരിക്കാനുള്ളൊരു അവസരം. അതെ, അതിനു മുമ്പ് പിന്നെ മത്സരിക്കാൻ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കിട്ടിയില്ല. ആ പ്രതീക്ഷയൊക്കെ മങ്ങൽ ഏറ്റു. എങ്കിലും പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞാനത് പുറകോട്ട് പോകാതെ തന്നെ പാർട്ടി പ്രവർത്തനവുമായി മുമ്പോട്ട് പോകും. 96-ൽ ആണ് എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നത് മറ്റാരുമല്ല, അന്നത്തെ KPCC പ്രസിഡന്റ് എന്നുള്ളതല്ല, വയലാർജിയാണ് എനിക്ക് അങ്ങനൊരു അവസരം ഒരുക്കി തന്നത്. അത് ഇപ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, അത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹം എനിക്കൊരു വഴികാട്ടിയായി, ഒരു മാർഗദർശിയായി മാറി. പക്ഷേ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന അവസരത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്, പുതിയൊരാൾ പിന്നെ സ്ഥാനാർത്ഥിയായി ചെല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് കാണുന്ന പടലപ്പിണക്കങ്ങളൊക്കെ പാർട്ടിക്കകത്ത് പലയിടങ്ങളിലും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പല നേതാക്കന്മാരും വേണ്ട തരത്തിൽ പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് മനസ്സിൽ അന്ന് തോന്നി. പക്ഷേ അന്നത്തെ പ്രായത്തിൻ്റെ ഒരു വിഷയം കൂടിയുണ്ട്. അന്ന് ഇത്രമാത്രം പ്രായമില്ല എന്നുള്ളത് കൊണ്ട് ആദ്യ തവണയാണ് മത്സര രംഗത്ത് വരുന്നത്. അപ്പോൾ ഇവരെ എന്നോടൊപ്പം നിൽക്കുന്നില്ലല്ലോ, എനിക്ക് എതിരെ നിൽക്കുന്നല്ലോ എന്ന ഒരു മനസ്സിലൊരു ഫീലിംഗ് അന്നുണ്ട്. മാത്രമല്ല, ഒരു പ്രമുഖ നേതാവ് വന്ന് മണ്ഡലത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ കോന്നി ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. അത് എ കെ ആന്റണി, ബഹുമാൻ ശ്രീ എ കെ ആന്റണി അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്.
താങ്കൾ ഐ ഗ്രൂപ്പിലായതുകൊണ്ടാണ് അല്ലല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ല. അങ്ങനെ ആണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം പിന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് വെച്ച് പറഞ്ഞു പോയതാണ്. അത് എനിക്കെതിരെ പറഞ്ഞതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. എനിക്കെതിരെ പറഞ്ഞതാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പം ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിയോജകമണ്ഡലത്തിൽ പര്യടനത്തിന് വരുമ്പോൾ ഞാൻ അന്ന് തണ്ണിത്തോടെന്ന് പറയുന്ന പ്രദേശം അറിയാമല്ലോ, ഉൾനാടൻ പ്രദേശമാണ്. അന്ന് ഇന്നത്തെ പോലെയല്ല, അന്ന് റോഡില്ല, വഴിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഞാൻ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എ കെ ആൻ്റണി ഇത്ര മണിക്ക് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പര്യടനം നിർത്തിവെച്ച് ഓടി നേരെ കോന്നിക്ക് വരികയാണ്. കോന്നിയിൽ എത്തിച്ചേരുന്ന അവസരത്തിൽ എ കെ ആൻ്റണി ഒറ്റയ്ക്ക് നിന്ന് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നു. സാധാരണ കോൺഗ്രസിൻ്റെ ഒരു 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 സ്റ്റേജ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നിറച്ച് ആളിരിക്കേണ്ട ഒരു സ്റ്റേജിൽ എ കെ ആൻ്റണി ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുന്നു. ഞാനും ദൂരെ നിന്ന് വരികയാണല്ലോ. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റേജിനടുത്ത് വന്ന് വണ്ടിയിൽ ഇറങ്ങി കുറേ പ്രവർത്തകർ എന്നെ പൊക്കിയെടുത്ത് സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറ്റുകയാണ്. മുകളിലേക്ക് കയറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരു സൈഡ് താഴോട്ട് പോയി. അത് ശരി. ഒരു സൈഡ് ആ സ്റ്റേജിൽ അത്രമാത്രം തിക്കും തിരക്കുമായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ സ്റ്റേജിൻ്റെ ഒരു ഭാഗം താഴെ മറിഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയാൽ മുഴുവൻ നേതാക്കന്മാർ മുൻനിരയിൽ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ആന്റണി ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അടുവരെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അന്നേരത്തെ ഒരു ഫീലിംഗ് വെച്ച് ഞാൻ പറഞ്ഞു, പാർട്ടി നേതാക്കന്മാരെല്ലാവരും കൂടി എന്നെ സഹായിച്ചാൽ ഞാനൊരു 5000 വോട്ടിന് മുകളിൽ ജയിക്കും. അതല്ല എങ്കിൽ ജയിച്ചാലും തോറ്റാലും 1000 വോട്ടിന് താഴെയായിരിക്കും എന്ന് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, നന്നായി പ്രവർത്തിക്കുക, ജയിക്കാൻ പറ്റും എന്ന് അദ്ദേഹം എന്നോട് ആശ്വാസവാക്ക് പറഞ്ഞു. ഞാനത് കേട്ടു. അത് കഴിഞ്ഞ് 806 വോട്ടിനാണ് ഞാൻ ജയിക്കുന്നത്. വെറും 806 വോട്ടിന് ജയിച്ചു. 806 വോട്ടിന് ജയിച്ചതിന് ശേഷം ഞാൻ ആദ്യം വന്നത് വയലാർജിയെ കാണാൻ വേണ്ടി അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എ കെ കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടില്ല, ഞാൻ വന്നതേ ഉള്ളൂ. നീ അങ്ങോട്ട് പോ, അവിടെ പോയി കാണും. എന്നോട് വയലാർജി പറയുന്നൊരു വാക്കാണ്, നീ നേരെ അവിടെ പോയി കണ്ടിട്ട് എന്നെ കാണും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ എ കെ കണ്ടു. എ കെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തെ കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം എനിക്കൊരു ചായയൊക്കെ ഓഫർ ചെയ്തു. ചായ കുടിച്ചു. എന്തായാലും കണക്കുകൂട്ടൽ ഗംഭീരമായിട്ടുണ്ട് എന്ന് അദ്ദേഹം എൻ്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോടൊരു അഡ്വൈസ് ചെയ്തു. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇനിയും ചെയ്യേണ്ട ഒരു കാര്യം, ആര് നമ്മളോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാരെല്ലാവരും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. താഴെ തട്ടിലോട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു. താഴെ തട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെടാൻ പറഞ്ഞു. ഞാൻ അന്ന് മുതൽ ഇങ്ങോട്ട് KPCC യോഗം നടക്കും. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും KPCC യോഗം നടക്കും. KPCC യോഗത്തിൽ പല ആളുകളും നിന്ന് പിന്നെ വർത്തമാനം പറയാറുണ്ട്. എന്ന് വെച്ചാൽ വർത്തമാനം പറയുന്നു എന്ന് പറയുന്നത്, എന്നെ അവിടെ ഇന്ന ആൾ ദ്രോഹിച്ചു, ഇന്ന ആളിൻ്റെ സഹായം ഇല്ലായിരുന്നു എന്ന് പേരെടുത്ത് പറയുന്ന അവസരത്തിൽ പോലും ഞാൻ മനസ്സുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എ കെ ആന്റണി പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഒരാളിനെ കുറിച്ചും ഒരു പരാതിയും പറയാൻ പോകണ്ട, നമ്മൾ ചെയ്യാനുള്ള ജോലി ചെയ്യുക, ജനങ്ങളുടെ അംഗീകാരം കിട്ടും എന്ന് പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിലുണ്ട്. അതെന്നും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാനത് ആ ഒരു വാക്ക് ഇന്നും മറന്നിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അന്നും ഇന്നും അത്തരം അനുഭവങ്ങൾ അതേപോലെ തുടരുന്നുണ്ടല്ലേ? അതുണ്ട്, അത് സ്വാഭാവികമാണ്. കോൺഗ്രസ് ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകാം. ഞാൻ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 14,050 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. അല്ല, ഇപ്പോൾ ഈ KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ചില ആശയഭിന്നതകൾ, പരസ്യമായിട്ടുള്ള ചില വാഗ്വാദങ്ങളൊക്കെ അണികളെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടില്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ.
അത് അവർ തമ്മിൽ വല്ല വിഷയമുണ്ടെങ്കിൽ പരസ്പരം അത് തീർത്തു പോവുക. പക്ഷെ അണികൾ അറിയാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് പോകേണ്ടിയിരുന്നത്. അത് എവിടെയോ അല്പസ്വല്പം പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നത് ഞാനിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണം എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിരുന്നെങ്കിലും ഈ KPCC പ്രസിഡന്റ് കണ്ണൂർ മത്സരിക്കുന്നതും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചത് ശരിയായോ? കാരണം ഇവരൊക്കെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥയല്ലേ? അല്ല, എന്നെ സംബന്ധിച്ച് എന്നെ വിളിച്ച് പാർട്ടിയിൽ നിന്ന് AICC നിന്ന് പറയുന്ന അവസരത്തിലും അതുപോലെ ഇവിടെ നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം എന്താ പറഞ്ഞത്, അഭിപ്രായം എന്താ പറഞ്ഞതെന്നതിനെ കുറിച്ച് മാത്രം ചോദിക്കരുത്. അതിന് മാത്രം ഞാൻ മറുപടി പറയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞു. ഇന്ന കാരണങ്ങൾ കൊണ്ട് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നോക്കണം. അത് ഞാനത് മറച്ചു വെച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. പാർട്ടിയോട് ഒരു ചുമതലയും ഉത്തരവാദിത്വമുള്ള ഒരാളെന്നുള്ള നിലയിൽ പാർട്ടിക്കൊരു ക്ഷീണം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വളരെ കാലേ കൂട്ടി ഇവരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ആലോചന വേണ്ട, അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ മനസ്സിലുണ്ടാകേണ്ട കാര്യമില്ല, എന്തായാലും മത്സരിക്കേണ്ടി വരും എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ മത്സരരംഗത്ത് വന്നതാണ്. അല്ല, ഹൈക്കമാൻഡ് സതുദ്ദേശത്തോടെ പറഞ്ഞതാണെങ്കിലും കേരളത്തിൽ ചിലർ ഇദ്ദേഹം ഇവിടെ നിൽക്കണ്ട എന്ന് ചിന്തിച്ചവരും ഇല്ലേ? കാരണം താങ്കൾ കോന്നിയിൽ വളരെ വിജയകരമായ പലതവണ വിജയിച്ചു നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് താങ്കളുടെ ആറ്റിങ്ങൽ വന്ന് മത്സരിക്കാൻ പറയുന്നത്. ആ സമയം അതുകൊണ്ട് എന്ത് പറ്റി? കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ഷുവർ സീറ്റ് നഷ്ടമായി കോന്നി, അല്ലാതെ എന്ത് നേടി? അല്ല, അത് അവിടെ മാത്രമല്ലല്ലോ, ഇവിടെ വട്ടിയൂർക്കാവിൽ അത് തന്നെ സംഭവിച്ചു. അതെ, അല്ല, സിറ്റിംഗ് എം പിമാരും സിറ്റിംഗ് MLA-മാരും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഷാഫി പറമ്പിലിനെ കൊണ്ട് കണ്ണൂർ നിർത്തി. അങ്ങനെ ഈ MLA-മാരും MP-മാരും ഒക്കെ വീണ്ടും മത്സരിച്ചാൽ പുതിയ ആൾക്കാർക്ക് എവിടെ അവസരം കിട്ടും? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി പാർട്ടി എല്ലാ ഘടകങ്ങളും ആലോചിക്കും, എല്ലാ തരത്തിലുമുള്ള ഘടകങ്ങളും ആലോചിക്കുന്ന അവസരത്തിൽ ഇന്ന ആളിനെ ഇന്ന സ്ഥലത്ത് നിർത്തിയാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും എന്ന ഒരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാകും. വിന്നിംഗ് അതാണ് നോക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഒരു ഘടകം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോന്നിയിൽ നിന്ന് എന്നെ മുല്ലപ്പള്ളിയാണ് വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ മത്സരിക്കേണ്ടി വരും. എവിടെ? ആറ്റിങ്ങൽ. അപ്പം ഞാൻ അന്ന് അങ്ങനൊരു കാര്യം മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു അവസരമാണ്. അപ്പം ഞാൻ ചോദിച്ചു, മുല്ലപ്പള്ളി, അത് നമുക്ക് വേറെ ആളിനെ കണ്ടുപിടിച്ചാൽ പോരെ? അതല്ല, അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞു. പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ അത് നോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് മത്സരിക്കാതിരിക്കാം, നോമിനേഷൻ കൊടുക്കാതിരിക്കാം, അതൊക്കെ ചെയ്യാം. എങ്കിലും പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നാൾ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനം തുടങ്ങി 1972 മുതൽ എൻ്റെ സജീവമായി പാർട്ടി പ്രവർത്തനം KSUയിലൂടെ പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പാർട്ടിക്കൊരാവശ്യം വരുമ്പോൾ ആ ആവശ്യം നിറവേറ്റണം. പാർട്ടിക്ക് വിധേയനായിട്ടേ നിന്നിട്ടുള്ളൂ. ഞാൻ ഒരു സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പല ആളുകളും പോയപ്പോഴും ഞാൻ ഒരേ സ്ഥലത്ത് തന്നെ നിന്നുള്ളൂ. കോൺഗ്രസിനകത്ത് നിന്നു. അന്ന് I വിഭാഗമായിരുന്നു. I വിഭാഗത്തിൽ തന്നെ നിന്നിരുന്നു. എങ്കിലും വേണ്ട തരത്തിലുള്ള പരിഗണന ലഭ്യമായില്ല എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. എങ്കിലും ഞാൻ പാർട്ടി വിട്ട ഒരു കാര്യത്തിന് ഞാൻ ഇന്ന് വരെയും. ഇപ്പോൾ ഗ്രൂപ്പുണ്ടോ? ഇപ്പോൾ ഒരു ഗ്രൂപ്പില്ല. ഞാൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലാണ് എൻ്റെ പ്രവർത്തനം. ഈ കരുണാകരനോടൊപ്പം നിന്നിട്ടും കരുണാകരൻ്റെ പ്രീതി കിട്ടാതെ പോയത് എന്താ? അത് പല കാരണങ്ങൾ കാണാമായിരിക്കാം, പല കാരണങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. കരുണാകരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം എന്നെ സഹായിക്കും. പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ സഹായം ഞാൻ ലക്ഷ്യം വെച്ചിരുന്നതും എന്നെ സഹായിക്കുമെന്ന് കരുതിയിരുന്ന മറ്റു ചില ആളുകളുണ്ട്. അവരുടെ സഹായത്തോടൊപ്പം നിന്നവർ അവരുടെ സഹായം കിട്ടാതെ വന്നപ്പോഴാണ് സ്വാഭാവികമായും എനിക്ക് കരുണാകരനിൽ നിന്ന് സഹായം കിട്ടിയില്ല എന്നെനിക്ക് പരാതി പറയാൻ പറ്റില്ല. താങ്കൾക്ക് കരുണാകരനിൽ നിന്നുള്ള സഹായം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള കളികൾ പലരും കളിച്ചിട്ടുണ്ട്. അത് ഉണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരുമോ? കാരണം 91 പിന്നെ അടൂർ സീറ്റ് യഥാർത്ഥത്തിൽ അന്ന് തെന്നല സാറാണ്
അവിടെ പ്രതിനിധാനം ചെയ്തത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പേര് പറഞ്ഞത് എൻ്റെയാണ്. എന്നിട്ട് തിരുവഞ്ചൂരിന് കൊടുത്തു. അപ്പോൾ തിരുവഞ്ചൂരിന് അത് കൊടുത്ത് ഞാൻ അദ്ദേഹം എന്നേക്കാൾ വളരെ സീനിയറാണ്. ഞാൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തതിലൊന്നും ഞാൻ എതിരൊന്നും പറയല്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് ചുവരിൽ ഈ തിരുവഞ്ചൂർ എം എ ഹസൻ, VM സുധീരൻ, കാർത്തികേയൻ തുടങ്ങിയ ആളുകളുടെ പേര് ചുവരുകളിൽ അടൂർ ഉള്ള ചുവരുകളിലൊക്കെ എഴുതിക്കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ. അന്ന് ഇതൊന്നും ഇല്ലല്ലോ, എന്താ ഫ്ലെക്സും മറ്റു കാര്യമൊന്നുമില്ല. അന്ന് രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് ആരും അറിയാതെ ഇറങ്ങി പുറത്തു പോയി മറ്റ് പ്രവർത്തകരോടൊപ്പം പോയി ഈ തൊണ്ട് ചതച്ച് പേരെഴുതുന്ന കൂട്ടത്തിൽ നടന്നിട്ടുള്ള ഒരാളാണ്, പേരെഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനകത്തൊന്നും എനിക്ക് വിദ്വേഷമൊന്നുമില്ല. കോൺഗ്രസ് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം, അതായത് പ്രബല സമുദായങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. ഇപ്പോൾ കേരളത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ അല്ല മാറ്റി നിർത്തിയാൽ കോൺഗ്രസിനെ ഇന്ന് നയിക്കുന്നവരല്ല ഏറെക്കുറെ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. അതേസമയം തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ K മുരളീധരനും പറയുന്നു ഞങ്ങൾ നായർ സമുദായത്തിൽപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട അവസരം കിട്ടുന്നില്ല. ഇപ്പം AICCയിൽ പ്രവർത്തക സമിതിയിലേക്ക് വന്നപ്പോൾ ശശി തരൂരിന് പൂർണ്ണ അംഗത്വം കിട്ടിയപ്പം രമേശിന് സ്ഥിരം ക്ഷണിതാവായത് ഈ ഘടകമാണെന്ന് അവർ പറയുന്നു. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായ ഈഴവ സമുദായത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ തവണ എത്ര MLA മാരുണ്ടായിരുന്നു? കഴിഞ്ഞ തവണ ഒറ്റ MLA. ആദ്യം 2016 ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആളുടെ പാർലമെൻറ്റിലേക്ക് വിട്ടു. 2019 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബാബു മാത്രമായി, കെ ബാബു മാത്രമായി. പക്ഷേ ഇത്തരത്തിൽ പാർട്ടി ചിന്തിക്കുന്നത് ഒരു ശരിയായ നിലപാടാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോയി എങ്കിൽ മാത്രമേ ഈ കോൺഗ്രസ് പ്രസ്ഥാനം എപ്പോഴും ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ. കോൺഗ്രസ് പ്രസ്ഥാനം ശാശ്വതമായി നിലനിൽക്കണം എങ്കിൽ അതേ ഒരു മാർഗമുള്ളൂ. പണ്ട് ചരിത്രം എടുത്തു വെച്ച് പരിശോധിച്ചാൽ ആർ ശങ്കറിൻ്റെ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം നിറവേറ്റിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹം സമുദായത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി, കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഒരു വിഭാഗം ആളുകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും യോജിച്ചതല്ല. ആർ ശങ്കറിന് ശേഷം ഒരു പേര് പറയാനില്ല. ഇപ്പോൾ ഉദാഹരണം എടുത്താൽ ചരിത്രത്തിലേക്ക് പിന്നിലേക്ക് പോയാൽ വയലാർ രവിയാണ് ആദ്യം വന്നത്. വയലാർ രവി, AK ആൻ്റണി, പിന്നെ തുടർന്ന് ഉമ്മൻചാണ്ടി, VM സുധീരൻ, അതിനിടയിൽ തന്നെ വക്കം പുരുഷോത്തമൻ. ഇവരെല്ലാം അന്ന് കോൺഗ്രസ്സിലെ യുവ തുർക്കികളെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട വളരെ ഊർജ്ജസ്വലരായ നേതാക്കളായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അതിൽ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരായി. വക്കം പുരുഷോത്തമനോ വയലാർ രവിയോ VM സുധീരനോ മുഖ്യമന്ത്രിമാരായില്ല. എന്തായിരിക്കും കാരണം? അല്ല, അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും കയ്യിലിരിപ്പും ഒക്കെ നേരെ ആകണം. കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമാണോ? കയ്യിലിരിപ്പിൻ്റെ ചില ആളുകളുടെ പേര് പറയുമ്പോൾ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. ചില ആളുകളുടെ പേര് പറയുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചിലപ്പോൾ ചിന്ത മനസ്സിലുണ്ടായിക്കൂടായില്ല. ഞാൻ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ കോന്നിയിൽ മത്സരിക്കാൻ എനിക്ക് സീറ്റ് തരാതിരുന്നതാണ്. ആ സീറ്റ് തരാതിരുന്ന അവസരത്തിൽ ഞാൻ ശരിക്കു പറഞ്ഞാൽ അന്ന് മന്ത്രിയായിരിക്കുന്ന അവസരമാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്ന് KPCC പ്രസിഡൻ്റാണോ? അത് പോയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അന്ന് എന്നെ നിർത്താൻ പാടില്ല എന്ന് ശാഠ്യം പിടിച്ച ആളുകളുണ്ട്. ശാഠ്യം പിടിച്ച ആളുകളിൽ സത്യം പറഞ്ഞാൽ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നല്ലോ. അതെ, ഉമ്മൻചാണ്ടിയുടെ ഒരു പിടിവാശി മാത്രമാണ് അടൂർ പ്രകാശ് മത്സരിക്കണം എന്ന് AICCയുടെ മുമ്പിൽ ആവശ്യപ്പെട്ടത്. ആ പിടിവാശി എന്ന് പറഞ്ഞാൽ എന്നാൽ ഏറ്റവും അവസാനം അവിടെ നിന്ന് തെറ്റിയിറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റിയിറങ്ങി എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാനും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോന്നു. അങ്ങനെയാണ് സീറ്റ് കിട്ടുക. മടങ്ങിപ്പോന്നു. അപ്പോൾ അദ്ദേഹം കോട്ടയത്ത് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിവിടെ ഉണ്ടാകും, വരാൻ പറഞ്ഞു.
ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ്, കോട്ടയം ടി വിയിൽ നിൽക്കുന്ന അവസരത്തിലാണ് എൻ്റെ സീറ്റ് ക്ലിയർ ചെയ്യുന്നത്. എ ഐ സി സിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറഞ്ഞു അടൂർ പ്രകാശിൻ്റെ സീറ്റ് ക്ലിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. സഹായിക്കേണ്ടവർ സഹായിച്ചില്ല, പാറ വെച്ചു. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ഇപ്പോൾ 2011 മുതൽ 16 വരെയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ. അത് കഴിഞ്ഞ് വന്ന 16 തൊട്ട് 21 വരെ, 21 തൊട്ട് ഇനി 26 വരെയുള്ള ഭരണ തുടർച്ചയിലേക്ക് ഇടതുപക്ഷം പോയെങ്കിലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രശ്നം ഉമ്മൻചാണ്ടി മന്ത്രിസഭ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഭരിച്ചത്. അന്നത്തെ KPCC പ്രസിഡന്റ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമല്ലായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പതനത്തിന് വഴിതെളിച്ചില്ല. പേര് VM സുധീരൻ എന്ന് തന്നെയാണ്. അത് തന്നെ പറയുമല്ലോ അല്ലയോ? അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹം തന്നെയാണ് അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയാകണ്ട എന്ന് തീരുമാനമെടുത്തത്. ആ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ 20,000 മുകളിൽ എന്ന് വെച്ചാൽ 20,940 അങ്ങനെ എൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നത്. സത്യത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? സത്യത്തിന് എന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. നേരത്തെ വിളിച്ച് പിന്നെ അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം മത്സരിച്ച ആളുകൾ മത്സരിക്കാൻ പാടില്ല, ഓക്കെ, ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാം. പൂർണ്ണമായി ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞാനന്ന് ക്യാബിനറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി അടുത്ത് എന്ന് രഹസ്യമായിട്ട് പറയും, എൻ്റെ വിഷയം ഒന്ന് എടുക്കണം എന്ന് വെച്ചാൽ 2-3 വിഷയം കാണത്തുള്ളൂ. അതങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സ്വതന്ത്രനാണല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയും, ഞാനൊന്ന് പിന്നെ കോന്നിക്ക് പോവുകയാണ്. എന്തിനാ പോയെന്നറിയോ? അന്ന് ബൂത്ത് കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ക്യാബിനറ്റ് ഉള്ള ദിവസങ്ങളിലും ഞാൻ ബൂത്ത് കമ്മിറ്റികൾ, എനിക്ക് അന്നത്തെ എൻ്റെ ഒരു ഓർമ്മ 100 ചില്ലുവാനും ബൂത്ത് കമ്മിറ്റികളിൽ ഞാൻ പങ്കെടുത്തതിന് ശേഷമാണ് പറയുന്നത് സ്ഥാനാർത്ഥിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞെടുത്താൽ മതിയായിരുന്നു, മത്സരിക്കാം. അതിന് വ്യക്തിവിരോധമുണ്ടോ? എനിക്കറിയില്ല വ്യക്തിവിരോധം. പക്ഷേ അന്നുണ്ട് ആ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ ബാർ കോഴ വിവാദം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ UDFൻ്റെ ഒരു വലിയ സാധ്യത ഇല്ലാതാക്കില്ലേ? അല്ല, അത് തന്നെയാണല്ലോ അനുഭവിക്കുന്നത്, ഇപ്പോഴും അനുഭവിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമല്ലേ. ഈ സംഘടനാ സംവിധാനം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഉടച്ചു വാർക്കണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ട്? സംഘടനാ സംവിധാനം തീർച്ചയായിട്ടും ഒരു 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 പുനരാലോചന നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാര്യം ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ വേണ്ടുന്ന തയ്യാറെടുപ്പ് നടത്തണം. അതല്ല ചുമ്മാ പോയി നമ്മൾ പോയി ആളുകളെ കണ്ടുപിടിച്ച് അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അതിനൊരു അടിസ്ഥാനം ഉണ്ടാക്കണം. ആ അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു കാലം ഉണ്ടാകണം, ഒരു സമയം ഉണ്ടാകണം. ആ സമയം നമ്മളിപ്പോൾ മുതലേ തുടങ്ങിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഒരു ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കളുടെ പേര് പലവട്ടം ഉയർന്നു കേൾക്കുന്നുണ്ട്, എന്തു പറയും? അത് ഏതായാലും അങ്ങനെ അയോഗ്യനായി മാറി നിൽക്കേണ്ട ഒരാളല്ല ഞാൻ. കാര്യമില്ല. പക്ഷേ അല്ല, എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം 72 മുതൽ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങി പടിപടിയായി ഉയർന്ന് ഏറ്റവും അവസാനം KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാലക്കാട് നടന്ന സമ്മേളനത്തിൽ വെച്ച് ശ്രീ കാർത്തികേയൻ പ്രസിഡൻ്റാവുകയും അന്ന് വൈസ് പ്രസിഡൻ്റായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി പങ്കെടുത്ത സമ്മേളനം, അതിനുശേഷം നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് പാലക്കാട് വെച്ച് ഞാൻ വൈസ് പ്രസിഡൻ്റാകും. അതോടൊപ്പം തന്നെ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. മണ്ഡലം സെക്രട്ടറിയായി തുടങ്ങി പടിപടിയായി ഉയർന്ന് മണ്ഡലം പ്രസിഡൻ്റായി, ബ്ലോക്ക് പ്രസിഡൻ്റായി, DYCC മെമ്പറായി, ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ എല്ലാം താഴെ തട്ട് തൊട്ട് പ്രവർത്തിച്ചു വരും. മുകളിലോട്ട് വന്നിട്ടുള്ള മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിയിറക്കിയതൊന്നുമല്ല. അതുകൊണ്ട് അതിന് അർഹതപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ പിന്നെ അർഹതയുടെ കാര്യത്തിൽ ഒട്ടും മോശപ്പെട്ട ഒരു ട്രാക്ക് റെക്കോർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി നിറവേറ്റിയിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന അവസരത്തിലും ഞാൻ ആ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിറവേറ്റിയ ഒരാളാണ്. വളരെ കൃത്യതയോടുകൂടി. ഒരു സംശയം പാർട്ടി ആവശ്യപ്പെടുന്നെങ്കിൽ ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കും, ഒരു സംശയമില്ല. പക്ഷേ പാർട്ടി ആവശ്യപ്പെടണം. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി ഇത് പിടിച്ചു പഠിക്കാനും
എനിക്കത് കിട്ടിയേ ഒക്കത്തുള്ളൂ. അത്തരത്തിലുള്ള പിടിവലിക്കൊന്നും ഞാനില്ല. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ BJP-യിലേക്ക് ഒക്കെ ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് AK ആൻ്റണിയുടെ മകനും K കരുണാകരൻ്റെ മകളും ഒക്കെ BJP-യിൽ പോയി. അത് കേരളത്തിൽ എന്ത് ചലനം ഉണ്ടാക്കിയില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ദേശീയ തലത്തിൽ അത് വലിയ ചർച്ചാ വിഷയമായി. ഇനിയും BJP നേതൃത്വം പറയുന്ന കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടിയിലേക്ക് വരുമെന്നാണ്. അത് ആരൊക്കെയാണ് പോകാൻ പോകുന്നത് എന്നുള്ളത് പിന്നീടല്ല അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകാൻ ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അത് പിന്നെ ഓരോരുത്തരും കൂടുതൽ അധികാരങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുള്ള ആളുകളാണ് ഒരുപക്ഷെ പലപ്പോഴും അതിന് ആ ചിന്തയിലേക്ക് പോകുന്നത്. ആ ചിന്തയിലേക്ക് അർഹതപ്പെട്ട ആ അർഹതയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായിട്ടുള്ള ഒരാൾ പോലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നില്ല, BJP-യിലേക്ക് പോകില്ല. അനർഹമായ അവസരം കിട്ടിയവരാണ്. അനർഹമായ അവസരം പലപ്പോഴും ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഒരുപക്ഷെ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയാൽ കൂടുതൽ ഇത് കിട്ടും എന്ന് ചിന്തിക്കുന്നത്. ഒരാൾ പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത് നീരൊഴുക്കിയിട്ടുള്ള ഒരാൾ പോലും പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ ഒരിക്കലും പോകില്ല. അതിന് അവസാനത്തെ വേറെ ആരിലും അതിനെ കണ്ടുപിടിക്കണം. ഇപ്പോൾ താങ്കളുടെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ പിതാവ് ശ്രീ കുഞ്ഞിരാമൻ അടൂരിലെ വലിയൊരു സമുദായ നേതാവും, അടൂരിലെന്ന് പറയാൻ പറ്റില്ല, SNDP യോഗത്തിൻ്റെ ഒരു പ്രമുഖ നേതാവും, CPIയുടെ തന്നെ വലിയ നേതൃത്വത്തിലുള്ളവരോട്ട് ആ കാലഘട്ടം ഇപ്പോൾ PKV ഒക്കെ ഉള്ള കാലം തൊട്ട് അവരോടൊപ്പമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് വന്നത്? ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ പഠന കാലഘട്ടത്തിൽ അന്ന് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ KSU മാത്രമേ ഉള്ളൂ. KSU മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പിന്നെ ആ പ്രസ്ഥാനത്തിലൂടെ അതിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുന്നു, അല്ലെങ്കിൽ അതിന് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പറ്റുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എൻ്റെ ചിന്ത അങ്ങനെ പോയി എന്നുള്ളത് അങ്ങനെ ആ വഴിക്ക് വന്നതാണ്. അങ്ങനെ ആ വഴിക്ക് താങ്കളെ ആകർഷിച്ച നേതാക്കളുണ്ടോ ഈ പാർട്ടിയിലേക്ക്? അല്ല, അന്ന് ആകർഷിച്ച നേതാക്കൾ നിരവധി ആളുകളുണ്ട്. അന്ന് ആകർഷിച്ച നിരവധി നേതാക്കന്മാരുണ്ട്. അന്ന് ആ നേതാക്കന്മാരൊക്കെ തന്നെയാണ് ഇപ്പോൾ ചില ആളുകൾ വിട്ടുപിരിഞ്ഞു പോയി എങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്ന പല ആളുകളും അത്തരത്തിലുള്ള നേതാക്കന്മാരാണ്. ശ്രീ വയലാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നാമധേയം എടുത്തു പറഞ്ഞാൽ അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിലെ കാര്യങ്ങൾ പൂർണ്ണതയിലെത്തത്തുള്ളൂ. പക്ഷെ വയലാർ രവിക്കൊന്നും ആ രീതിയിൽ വയലാർ രവി CWC മെമ്പറായി വളരെ നേരത്തെ ആയ ആളാണ്. അതെ, കേന്ദ്രമന്ത്രിയായി. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയില്ല. അല്ല, അതായിട്ടില്ല. അതൊക്കെ ഒരു വാസ്തവത്തിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചില അവഗണനകൾ വരുന്നില്ലേ? തീർച്ചയായിട്ടും ആ അവഗണന ഏത് തരത്തിൽ വരുന്നു എന്നതിനെക്കുറിച്ച്, പക്ഷേ അതിന് തക്കോണമുള്ള പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനകത്ത് അതിന് തക്ക ആളുകളെ കൊണ്ടുവരണ്ടേ? അതിന് തക്ക ആളുകൾ വരണം. അതല്ലാതെ തന്നെ ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം മാത്രം മതി എന്ന ചിന്ത വരുന്നത് ഏറ്റവും വലിയ അപകടമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അപകടം വരാൻ പോകുന്നത്, കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്ന അപകടം ഇത്തരത്തിലാണ്. എല്ലാവരും വരണം, എല്ലാവരും ഉണ്ടാകണം, എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകണം. അതിൽ വലിപ്പച്ചെറുപ്പം ഉണ്ടാകാൻ പാടില്ല. സാധാരണക്കാരായ ജനങ്ങൾ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന ചിന്ത ആദ്യം ഉണ്ടാകണം. ആ പ്രവർത്തനം, അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഒരു വിഭാഗം മാത്രം മതി എന്നുള്ളൊരു ചിന്ത ചിലരിലെങ്കിലും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പിനിടയിലുണ്ടായ ഒരു വിവാദം ഈ കള്ളവോട്ടിൻ്റെ ഇരട്ട വോട്ടിൻ്റെ ഉണ്ടായിരുന്നു. അതുകൂടാതെ താങ്കൾക്ക് വേണ്ടി താങ്കളുടെ ബന്ധുവായ ബിജു രമേശ് വന്ന് പണം വിതരണം ചെയ്യാൻ വന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കേസുണ്ടായിരുന്നു. അത് പക്ഷേ കെട്ടിച്ചമച്ചാണെന്ന് പിന്നീട് പോലീസ് പറഞ്ഞു. അതെന്തായിരുന്നു അത്? അല്ല, പുള്ളി ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എവിടെയും യാത്ര ചെയ്യരുത്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും കാണും, അദ്ദേഹത്തിന് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങളും കാണും. അതുകൊണ്ട് പുള്ളി എൻ്റെ ബന്ധുവായി പോയി എന്നുള്ളത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ എങ്ങും പോകരുത്, ഒരു അഭിപ്രായം പറയാൻ പാടില്ല, ഒരാളിനെ കാണാൻ പാടില്ല എന്ന ഒരു ചിന്ത CPM എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് എനിക്കറിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പുള്ളിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയാണ്. അത് ട്രാപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയതിൻ്റെ ഭാഗമാണല്ലോ അന്വേഷണം നടന്നല്ലോ, അത് പരിശോധന നടത്തിയല്ലോ. ആ പരിശോധനയിൽ എന്തെങ്കിലും
അവരുടെ തന്നെ പോലീസുമായിരുന്നു. അവരുടെ തന്നെ പോലീസ്, അവരുടെ തന്നെ DYFI, അവർ തന്നെ ഇതെല്ലാം ചെയ്തു, എല്ലാം ചെയ്യിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? അപ്പോൾ ബന്ധുവായി പോയി എന്നുള്ളത് കൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല, തെരഞ്ഞെടുപ്പായതുകൊണ്ട് വേറെ എങ്ങും പോകാൻ പാടില്ല എന്നൊന്നും പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഇപ്പോൾ ഇരട്ട വോട്ടിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടിയെങ്കിലും ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഒരു ശക്തമായിട്ടുള്ള രീതിയിൽ ആ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു പരാതി താങ്കൾ ഉയർത്തി. അല്ല, ഞാൻ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ജില്ലാ ഭരണാധികാരി ഭരണാധികാരി എന്നുള്ളതിൽ അദ്ദേഹം നടപ്പാക്കിയില്ല എന്നല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. കോടതി അതിനകത്ത് ഇടപെടൽ നടത്തി ഒരു നല്ല ഒരു ഉത്തരവ് കിട്ടി. ആ ഉത്തരവ് കിട്ടിയനുസരിച്ച് എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തി. പക്ഷേ നേരത്തെ അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാ ബൂത്തുകളിലും ആളുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ചില ബൂത്തുകളിൽ നിന്ന് എന്നോട് താല്പര്യമുള്ള CPM ആണെന്ന് പറഞ്ഞാലും എന്നോട് താല്പര്യമുള്ള ആളുകളും ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അവർ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കയറി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ആളില്ല, നിങ്ങളുടെ ബൂത്തിൽ ആളില്ല. ആ അവസ്ഥയായിരുന്നു. ആ അവസ്ഥ ചിലയിടങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതൊക്കെ നോക്കേണ്ടത് ഉത്തരവാദിത്വം ആരുടേതാണ്? പാർട്ടി നേതൃത്വമല്ലേ. പാർട്ടി നേതൃത്വം എല്ലാം റെഡിയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയല്ല വേണ്ടത്. അത് താഴെ തട്ടിൽ നിന്നും അതിൻ്റെ പ്രവർത്തനം നടത്തി അത് കൃത്യമായി അതിൽ പോയെങ്കിൽ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത്. ആ പ്രവർത്തനം അത്രയും വേണമല്ലോ. അതെ, ഒരു ജീവൻ മരണ പോരാട്ടം നടത്തുന്ന അവസരത്തിൽ പാർട്ടിയോട് താല്പര്യമുള്ള, പാർട്ടിയോട് ഉത്തരവാദിത്വമുള്ള പല ആളുകളും അതിനകത്ത് ചിലപ്പോൾ എല്ലായിടത്തും ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാ പ്രവർത്തകരെക്കുറിച്ചും പറയുന്നില്ല. എന്നിരുന്നാൽ പോലും പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവർ കാണിച്ച ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ഇന്ന് ഞാൻ ആത്മാർത്ഥതയോട് വിശ്വസിക്കുന്നതും എനിക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ജൂൺ 4 ഫലം വരുമ്പോൾ നമുക്ക് കാണാം. കാണാമെന്ന് പറഞ്ഞാൽ കാണണം. വിജയിക്കും. വിജയിക്കും. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.